രണ്ടിനെയും കൊണ്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാലോ? ഇവന്മാരെ പുറത്ത് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ഹെയർ കട്ട് ചെയ്യാൻ പിന്നെ കൊണ്ടുപോയാലേ പറ്റൂ. സ്ഥിരം പോകുന്നൊരു ഷോപ്പായതുകൊണ്ടാണ് ഇത്ര ഫ്രീഡത്തോടെ ഡോറൊക്കെ ചവിട്ടി തുറക്കുന്നത്. ആ ചേട്ടൻ ഇവന്മാർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. കയറുമ്പോഴേ ഭയങ്കര ഡിമാൻഡൊക്കെ പറയും. ഞാൻ പറയും ചേട്ടാ മൈൻഡ് കേൾക്കണ്ട, ആർമി കട്ട് മതി എന്ന് പറയും. ഫസ്റ്റ് ആര് കയറുന്നുള്ള അടി കഴിഞ്ഞിട്ട് അവൻ കയറി കഴിഞ്ഞ് ഇവൻ പ്രൊവോക്ക് ചെയ്യണം അവനെ. അത് കഴിഞ്ഞിട്ട് ഇവനുണ്ടല്ലോ ഈ കുരിപ്പ് അവിടുത്തെ ഡോറൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യും. എൻ്റെ നെഞ്ചിലപ്പം തീയാണ്. കാരണം ഹെയർ കട്ടിന് പുറമെ ഞാൻ ഈ ഷോപ്പിൻ്റെ കാശ് മൊത്തം കൊടുക്കണമല്ലോ. പിന്നെ എ സിയുടെ അടുത്ത് പോയെന്ന്, നീ എന്തിനാ എ സി തണുക്കുന്നത് എന്നൊക്കെ ഇവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ചേട്ടന് ചിരിയാണോ എന്ത് എക്സ്പ്രഷനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വിജയകരമായിട്ട് ഒരാളുടെ കഴിഞ്ഞ് മറ്റേ ആൾ കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 പേർക്കും സെയിം മതിയെന്ന്. അങ്ങനെ ഹെയർ കട്ടെല്ലാം കഴിഞ്ഞ് കുറച്ച് ക്രാഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവന്മാരെയും കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലേ ഞാൻ എന്ത് വാങ്ങണം എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. അമ്മ അവരെനിക്ക് കിളി പോവും. അത് കഴിഞ്ഞ് ATM പോയിട്ട് കാശ് എടുത്തു. അപ്പുറത്തെ കടയിലൊരു അപ്പൂപ്പയുണ്ട്. അപ്പൂപ്പൻ ഇവർക്ക് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു. ഈ കൂലിപ്പണിക്കാരെക്കാട്ട് ഞാൻ ക്ഷീണിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ടാറ്റാ.